ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. യു.പിയിൽ 4000 കോടി രൂപയുടെ നിക്ഷേപ പദ്ധതിയുമായി യോഗി ആദിത്യനാഥ് സർക്കാർ. സ്റ്റാർട്ടപ്പുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും വ്യാപാര മേഖലയെ ഉത്തേജിപ്പിക്കുന്നതിനുമാണ് പദ്ധതി. ഇത് പുതുതായി 1 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും യോഗി ആദിത്യനാഥ് പറഞ്ഞു. സംസ്ഥാനമൊട്ടാകെയുള്ള നവീകരണമാണ് യു.പി ഇന്നോവേഷൻ ഫണ്ട് കൊണ്ട് ലക്ഷ്യമിടുന്നതെന്ന് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് പറഞ്ഞു. ഇത് സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും വിദ്യാർത്ഥികൾക്ക് അവരുടെ കഴിവുകളും ആശയങ്ങളും പ്രകടിപ്പിക്കുവാനുള്ള അവസരങ്ങൾ നൽകുകയും ചെയ്യും. സ്റ്റാർട്ടപ്പ് സംരംഭങ്ങൾക്ക് ആവശ്യമായ സഹായം നൽകുന്നതിന് ഇന്നൊവേഷൻ സെന്ററുകൾ സ്ഥാപിക്കാൻ സംസ്ഥാനത്തെ 3 സാങ്കേതിക സർവകലാശാലകൾക്ക് അദ്ദേഹം നിർദ്ദേശം നൽകി. മാറുന്ന സാങ്കേതിക വിദ്യയ്ക്കും ആഗോള വിപണി പ്രവണതകൾക്കും അനുസൃതമായിരിക്കണം പ്രവർത്തനങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള വിപണിയെ ലക്ഷ്യമാക്കിയുള്ള വ്യാപാരങ്ങൾക്ക് പ്രോത്സാഹനം നൽകും. പരമ്പരാഗത വ്യാപാരങ്ങൾ ആധുനികവൽക്കരിക്കേണ്ടതിന്റെ ആവശ്യകതയും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. സ്റ്റാർട്ടപ്പുകളെ വ്യാപാര ശൃംഖലയിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ട് സാങ്കേതിക സർവകലാശാലകളുടെ സഹകരണത്തോടെ ഒരു ജില്ല ഒരു ഉൽപ്പന്നത്തിന് ഇടം നൽകും. നൂതനാശയങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് ഈ സർവകലാശാലകൾക്ക് പൂർണ്ണ സ്വയംഭരണാവകാശം നൽകും. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുമായി സഹകരിച്ചാകും പ്രവർത്തനങ്ങൾ. കാർഷിക സാങ്കേതിക വിദ്യകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് 1000 കാർഷിക സ്റ്റാർട്ടപ്പുകളെ വളർത്തിയെടുക്കാനും സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നുണ്ട്. AI പോലെയുള്ള നൂതന സാങ്കേതിക വിദ്യകൾ പ്രയോജനപ്പെടുത്തി കാർഷിക മേഖലയെ ശക്തിപ്പെടുത്തുന്നതിന് വേൾഡ് ബാങ്ക്, ഗൂഗിൾ തുടങ്ങിയ ആഗോള സ്ഥാപനങ്ങളുമായും സഹകരിക്കും. ഈ സംരംഭങ്ങൾ ഗ്രാമീണ മേഖലയിലെ യുവാക്കൾക്ക് 1 ദശലക്ഷം പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പ്രതിരോധ മേഖലയിലെ ഡ്രോൺ വികസനത്തിൽ പുത്തൻ ചുവടുവയ്പുമായി ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് വേദ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള ആർച്ചറിന്റെ ആദ്യ പരീക്ഷണ പറക്കൽ ഉടൻ നടക്കും. പ്രതിരോധ രംഗത്ത് ഡ്രോണുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിലാണ് ഇന്ത്യയുടെ ഈ രംഗത്തെ പുതിയ ചുവടുവയ്പ്. ശത്രുതാവളങ്ങൾ ആക്രമിക്കാനും രഹസ്യ നിരീക്ഷണം നടത്താനും ആക്രമണ ലക്ഷ്യങ്ങൾ കണ്ടെത്താനും ഉപയോഗിക്കാവുന്ന ആർച്ചർ ഡ്രോൺ അതിന്റെ ആദ്യ പരീക്ഷണ പറക്കലിന് തയ്യാറെടുക്കുകയാണ്. മീഡിയം ഓൾട്ടിറ്റ്യൂഡ് ലോങ് എൻഡ്യൂറൻസ് അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾ വിഭാഗങ്ങളിൽപ്പെടുന്ന ഡ്രോണാണ് ആർച്ചർ. ഇതിന്റെ ടാക്സി ട്രയലുകൾ വിജയകരമായി പൂർത്തിയാക്കിയിരുന്നു. ഹൈസ്പീഡ് ടാക്സി ട്രയലുകളിലും ലോ സ്പീഡ് ടാക്സി ട്രയലുകളിലും പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെച്ചതോടെയാണ് ആദ്യ പരീക്ഷണ പറക്കലിന് ഒരുങ്ങുന്നത്. ഫെബ്രുവരിയിൽ ആർച്ചർ ആദ്യമായി ആകാശം തൊടുമെന്നാണ് കരുതുന്നത്. അമേരിക്ക, റഷ്യ, ചൈന, തുർക്കി, ഇസ്രായേൽ എന്നീ രാജ്യങ്ങൾ ഡ്രോൺ സാങ്കേതിക വിദ്യയിൽ മുന്നിലാണ്. പരീക്ഷണ പറക്കൽ വിജയകരമായാൽ ഈ ഗണത്തിലേക്കാണ് ഇന്ത്യയും എത്തുന്നത്. നേരത്തെ റസ്റ്റം 2 എന്ന് വിളിച്ചിരുന്ന പദ്ധതിയാണ് പിന്നീട് ആർച്ചറായി മാറിയത്. 1.8 ടൺ ഭാരമുള്ള ആർച്ചറിന് 400 കിലോയോളം പേലോഡുകൾ വഹിക്കാനാകും. 30,000 അടി ഉയരത്തിൽ 24 മണിക്കൂറോളം തുടർച്ചയായി പറക്കാൻ സാധിക്കുന്ന ഡ്രോണാകും ആർച്ചർ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. സ്ലീപ്പർ കോച്ചുകളുമായി പുതിയ വന്ദേ ഭാരത് ഈ മാസം അവസാനത്തോടെ പുറത്തിറങ്ങിയേക്കും. തീവണ്ടിക്ക് മണിക്കൂറിൽ പരമാവധി 180 കിലോമീറ്റർ വരെ വേഗം കൈവരിക്കാനാകുമെന്ന് റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. വന്ദേ ഭാരത് ചെയർകാറിനായി നിർമ്മിച്ച തീവണ്ടിയിലാണ് സ്ലീപ്പർ ബെർത്തുകൾ ഘടിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വെള്ളം ശേഖരിക്കാനുള്ള മാറ്റങ്ങൾ ഉൾപ്പെടെ വരുത്തിയതിനാൽ കോച്ചുകളുടെ ഭാരം വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ 130 മുതൽ 180 കിലോമീറ്റർ വേഗത്തിലോടാവുന്ന തീവണ്ടിക്ക് പ്രതീക്ഷിച്ച വേഗം ലഭിക്കില്ലെന്നാണ് RDSOയും പെരുമ്പൂർ ഇന്റഗ്രൽ കോച്ച് ഫാക്ടറിയിലെ ഉന്നത വൃത്തങ്ങളും അറിയിച്ചിരുന്നത്. എന്നാൽ പരീക്ഷണ ഓട്ടത്തിൽ വണ്ടി പരമാവധി 180 കിലോമീറ്റർ വേഗം കൈവരിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് വീഡിയോ ദൃശ്യം എക്സിൽ പങ്കുവച്ചുകൊണ്ട് അറിയിച്ചു. 3 ദിവസമായി നടത്തിയ പരീക്ഷണ ഓട്ടത്തിലാണ് ഈ വേഗം കൈവരിക്കാനാകുന്നുവെന്ന് കണ്ടെത്തിയത്. രാജസ്ഥാനിലെ കോട്ട മുതൽ രോഹാൽഘർ വരെയുള്ള 40 കിലോമീറ്റർ ദൂരത്തിൽ ജനുവരി 1-നും കോട്ട മുതൽ ബണ്ടി ജില്ലയിലെ ലബൽ വരെയുള്ള 30 കിലോമീറ്റർ ദൂരത്തിൽ ജനുവരി 2-നുമാണ് പരീക്ഷണോട്ടം നടത്തിയത്. പരീക്ഷണം ഈ മാസം അവസാനം വരെ തുടരും. ICF-ന് വേണ്ടി ഭാരത് എർത്ത് മൂവേഴ്സ് ലിമിറ്റഡാണ് സ്ലീപ്പർ കോച്ചുകൾ നിർമ്മിക്കുന്നത്. റെയിൽവേ സുരക്ഷാ കമ്മീഷണർ പരിശോധിക്കുന്നതിന് മുൻപുള്ള നടപടിക്രമങ്ങൾ RDSO പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാ പരിശോധനകളും നടത്തിയ ശേഷം യാത്രയ്ക്ക് സജ്ജമാണോ എന്ന് ഉറപ്പുവരുത്തും. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. മൈസൂരു വിമാനത്താവളത്തിൽ നിന്നും സർവീസ് തുടങ്ങാൻ വിമാന കമ്പനിയായ എയർ കേരള. ഇത് സംബന്ധിച്ച് എയർ കേരള അധികൃതർ മൈസൂരു വിമാനത്താവളവുമായി ധാരണയിലെത്തി. കണ്ണൂർ വിമാനത്താവളവുമായി ധാരണാപത്രം ഒപ്പുവെച്ചതിന് പിന്നാലെയാണ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള മൈസൂരു വിമാനത്താവളവുമായി എയർ കേരള ധാരണയിലെത്തിയത്. കേരളത്തിൽ നിന്ന് ബംഗളൂരുവിലേക്കുള്ള യാത്രക്കാരെ ലക്ഷ്യമിട്ടാണ് പുതിയ തീരുമാനം. കോഴിക്കോട്, കണ്ണൂർ വിമാനത്താവളങ്ങളിൽ നിന്ന് ഏറെ അടുത്താണ് മൈസൂരു വിമാനത്താവളം.
മൈസൂരുവിൽ നിന്ന് ബംഗളൂരുവിലേക്ക് റോഡ് ട്രെയിൻ കണക്ടിവിറ്റിയും മെച്ചപ്പെട്ടതാണ്. മൈസൂരുവിൽ ഏവിയേഷൻ അക്കാദമി ആരംഭിക്കുന്ന കാര്യവും പരിഗണനയിലുണ്ട്. കുറഞ്ഞ നിരക്കുകളിൽ ടിക്കറ്റുകൾ ലഭ്യമാക്കുന്നതിനൊപ്പം വിമാനങ്ങൾ കൃത്യസമയത്ത് സർവീസ് നടത്തുന്നുവെന്ന് ഉറപ്പാക്കുകയാണ് ലക്ഷ്യമെന്ന് എയർ കേരള അധികൃതർ പറഞ്ഞു. ആദ്യഘട്ടത്തിൽ ATR വിമാനങ്ങൾ ഉപയോഗിക്കുന്ന എയർ കേരള കുറഞ്ഞ ദൂരത്തിലുള്ള വിമാനത്താവളങ്ങളെയാകും ആഭ്യന്തര സെക്ടറിൽ ബന്ധിപ്പിക്കുക. മാതൃകമ്പനിയായ സെറ്റ്ഫ്ലൈക്ക് വ്യോമയാന മന്ത്രാലയത്തിന്റെ നിരാക്ഷേപ പത്രം നേരത്തെ തന്നെ ലഭിച്ചിരുന്നു. DGCAയുടെ എയർ ഓപ്പറേഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചാലുടനെ സർവീസ് ആരംഭിക്കും. കൊച്ചി ആസ്ഥാനമായാണ് എയർ കേരള പ്രവർത്തിക്കുന്നത്. 2026 അന്താരാഷ്ട്ര വിമാന സർവീസ് ആരംഭിക്കാനാണ് കമ്പനി പദ്ധതിയിടുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. പുതുവർഷത്തിൽ പുതിയ 2 ഇരുചക്ര വാഹനങ്ങൾ വിപണിയിലേക്ക് എത്തിക്കാൻ റോയൽ എൻഫീൽഡ്. സ്ക്രാമിൻ്റെ പരിഷ്കരിച്ച പതിപ്പായ സ്ക്രാം 440, ക്ലാസിക് ഇന്ത്യ 650cc മോഡലുകളാണ് ഈ മാസം വിപണിയിലേക്ക് എത്തുക. മുൻപുണ്ടായിരുന്ന സ്ക്രാം 411ന്റെ എഞ്ചിൻ പരിഷ്കരിച്ചാണ് സ്ക്രാമിന്റെ പുതിയ പതിപ്പ്. പഴയ 5 സ്പീഡ് ഗിയർ ബോക്സിന് പകരം ഇത്തവണ 6 സ്പീഡ് ഗിയർ ബോക്സുമായാണ് സ്ക്രാം 440 എത്തുക. ഇതിനു പുറമെ ബ്രേക്കിംഗ് സിസ്റ്റവും മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. സ്വിച്ചബിൾ ഡ്യുവൽ പാനൽ ABS ആണ് ഇപ്പോൾ വാഹനത്തിലുള്ളത്. ലൈറ്റ് ക്ലച്ച്, അലോയ് വീൽ, സ്പോക്ക് വീൽ തുടങ്ങിയ മോഡലുകളുമുണ്ട്. 380cc ബൈക്കുകളിലെ ടോപ്പ് സെല്ലിംഗ് മോഡലായ റോയൽ എൻഫീൽഡ് ക്ലാസിക്കിന്റെ 650cc മോഡലും ഈ മാസം എത്തും. ഡിസൈനിൽ റെഗുലർ ക്ലാസിക്കിന് സമാനമാണ് കരുത്തേറിയ ഈ പതിപ്പും. റൗണ്ട് LED ഹെഡ്ലാമ്പ്, ടിയർ ഡ്രോപ്പ് ഷേപ്പ് ഫ്യൂൽ ടാങ്ക്, റൗണ്ട് ടെയിൽ ലാമ്പ്, ഡ്യുവൽ പി ഷൂട്ടർ എക്സോസ്റ്റ്, അനലോഗ് ഇൻസ്ട്രുമെന്റ് കൺസോൾ തുടങ്ങിയവയാണ് വാഹനത്തിലുള്ളത്. റോയൽ എൻഫീൽഡിന്റെ 650 ബൈക്കുകളിൽ ഏറ്റവും വിലക്കുറവുള്ള മോഡലായിരിക്കും ഇത്. ക്ലാസിക് 650യുടെ മുന്നിൽ 19 ഇഞ്ച് വലിപ്പമുള്ള സ്പോക്ക് വീലും പിന്നിൽ 18 ഇഞ്ച് വലിപ്പമുള്ള ടയറുകളുമാണ് നൽകുന്നത്. 14.3 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി. സ്ലിപ്പ് ആൻഡ് അസിസ്റ്റ് ക്ലച്ചിനൊപ്പം 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ് ഇതിൽ ട്രാൻസ്മിഷൻ ഒരുക്കുന്നത്. മുന്നിലും പിന്നിലും ഡിസ്ക് ബ്രേക്കും ഡ്യുവൽ പാനൽ ABS സുരക്ഷയുമുണ്ട്. വല്ലം റെഡ്, ബ്ലാക്ക് ക്രോം, ബ്ലെൻഡിംഗ് ടോർക്ക് ബ്ലൂ, ഡീൽ എന്നീ 4 പുതിയ നിറങ്ങളിൽ ലഭിക്കുന്ന വാഹനത്തിന് 3.59 ലക്ഷം രൂപ മുതൽ 3.73 ലക്ഷം രൂപ വരെയാണ് വില. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.